നമ്മളുടെ മുന്നിൽ വലിയൊരു സദസ്സുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണുകൾ, നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം. നമസ്കാരം, ഞാൻ ബിജി തോമസ്. ബാബാമി ക്ലാസ്സുമായിട്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു പുതിയ വിഷയവുമായിട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രാസംഗികനാകാനെ കൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ പ്രസംഗത്തെ ഇഷ്ടപ്പെടുന്നതായ ഒരു വ്യക്തിക്ക് ആദ്യം ചെയ്യേണ്ടതായ, അല്ലെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു തുടക്കക്കാരനാണെന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ തന്നെ ചിന്തിച്ചിരിക്കണം. തുടക്കമാണ്. നമ്മൾ വേദിയിലേക്ക് പോവുകയാണ്. നമ്മളുടെ മുന്നിൽ വലിയൊരു സദസ്സുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണുകൾ, നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഭയം നമ്മുടെ ഉള്ളിൽ നിന്ന് ആദ്യമേ തന്നെ മാറ്റണം. അപ്പോൾ ഒരു തുടക്കക്കാരനായ നമ്മൾ പോകുമ്പോൾ നമുക്കവിടെ സംസാരിക്കാൻ പറ്റുന്നതായ വിഷയങ്ങളെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമ്മൾ പുതുതായിട്ട് കയറുന്ന ഒരു സ്റ്റേജിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം അനുഭവം മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രസംഗം തുടങ്ങും. സ്വന്തം അനുഭവം ഒരു പ്രസംഗം പോലെ നമുക്ക് നടത്താൻ പറ്റും. അതുപോലെ തന്നെയുള്ള മറ്റൊരു വിഷയമാണ്, നമ്മളെ ഏറെ സ്വാധീനിച്ചതായ വ്യക്തി, അല്ലെന്നുണ്ടെങ്കിൽ ആരാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ആളിനെ പറ്റി സംസാരിച്ച് തുടങ്ങുന്നത് ഒരു നല്ല തുടക്കമായിരിക്കും പ്രസംഗത്തിൻ്റെ. അപ്പോൾ നമ്മളെ ഏറെ സ്വാധീനിച്ചതായ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പം അച്ഛൻ, അമ്മ, അതുപോലെ ഒരു നല്ല സുഹൃത്ത്, അല്ലെന്നുണ്ടെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു നല്ല അധ്യാപകൻ. മനസ്സിലായി? ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു പ്രസംഗത്തിന് തുടക്കം കുറിക്കാനെ കൊണ്ട് സാധിക്കും. അതേപോലെ തന്നെ പ്രസംഗത്തിന് എടുക്കാൻ പറ്റുന്നതായ ഒരു നല്ല വിഷയമാണ് നമ്മളെ ഏറെ സ്വാധീനിച്ചതായ ഒരു പുസ്തകം. നമുക്കറിയാം, നമ്മൾ വായിച്ചിട്ടുള്ളതായ ഒരു പുസ്തകത്തെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു പ്രസംഗമായി തീരും. അതുമല്ല എന്നുണ്ടെങ്കിൽ ഇനിയൊരു അടുത്തൊരു വിഷയമാണ് നമ്മൾ കണ്ടതായ ഒരു നല്ല സിനിമ. നമ്മുടെ ജീവിതത്തിൽ ഏറെ സ്വാധീനിച്ചതായ, അല്ലെന്നുണ്ടെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ ഇന്നും നിലനിൽക്കുന്നതായ ഒരു നല്ല സിനിമയെ പറ്റി മറ്റുള്ളവരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു പ്രസംഗത്തിൻ്റെ തുടക്കത്തിന് നല്ലൊരു തുടക്കമായിരിക്കും. അപ്പോൾ പ്രസംഗം എങ്ങനെ തുടങ്ങാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എങ്ങനെ തുടക്കക്കാരനായിട്ട് കയറാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കുറിച്ച് വെച്ചുകൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് ഓർത്ത് നമ്മൾ സ്റ്റേജിലേക്ക് കയറി സദസ്സിന് മുന്നിൽ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഒരു നല്ല പ്രസംഗത്തിന് തുടക്കം കുറിക്കാൻ കൊണ്ട് സാധിക്കും. കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിൽ നിന്ന് കൊണ്ടുവരണം. ചില കാര്യങ്ങൾ നമുക്ക് ഇരിക്കുന്നവരോട് ചോദിക്കുന്ന രീതിയിൽ സംസാരിച്ചു കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസംഗിക്കാൻ കൊണ്ട് സാധിക്കും. ഇപ്പോൾ ഒരു നല്ല അധ്യാപകനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു നല്ല സുഹൃത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാനെ കൊണ്ട് സാധിക്കും. ഒരു ക്വസ്റ്റ്യൻ പോലെ നമുക്ക് അവരോട് ചോദിക്കാനെ കൊണ്ട് സാധിക്കും. നിങ്ങൾക്കും ഇങ്ങനെ ഒരാളുണ്ടായിരുന്നോ എന്നുള്ളതിനെപ്പറ്റി നമുക്ക് ചോദിക്കാനെ കൊണ്ടൊക്കും. പല ക്വസ്റ്റ്യനുകൾ അടുത്തിരിക്കുന്നവരുടെ മുഖത്ത് നോക്കി സംസാരിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രസംഗം ഒന്നുകൂടെ മെച്ചപ്പെട്ടതായിട്ട് തീരും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കാഴ്ചവെക്കുന്നതായ, നമ്മൾ പറയുന്നതായ ഒരു പ്രസംഗം എത്രമാത്രം നല്ലതാക്കാനെ കൊണ്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പ്രസംഗം വിജയിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങൾ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കാനെ കൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രസംഗവേദിയിൽ നല്ല പ്രസംഗം കാഴ്ചവെക്കാനെ കൊണ്ട് പറ്റുള്ളൂ.
അപ്പോൾ ഒരു തുടക്കക്കാരനായി എത്തുന്നതായ ഒരു പ്രാസംഗികൻ അല്ലെന്നുണ്ടെങ്കിൽ പ്രസംഗിക്കാനെ കൊണ്ട് വേദിയിലേക്ക് എത്തുന്നതായ വ്യക്തിക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിച്ചത്. തുടക്കക്കാരനെടുക്കാനെ കൊണ്ട് പറ്റുന്നതായ ഏറ്റവും ചെറിയ എന്നാൽ ഏറ്റവും നല്ലതുമായ വിഷയങ്ങളാണ് ഈ ഓരോ വിഷയം. അപ്പോൾ ഒരു നല്ല തുടക്കം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് വന്ന് ചോദിക്കുക, അതിനുള്ള ഉത്തരം പറയുന്നതായിരിക്കും.